ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ക്ലാസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗമാണ് നാഡീവ്യവസ്ഥ. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നാഡീവ്യവസ്ഥ എന്ന് നമുക്കറിയാം. നമ്മുടെ ശരീരത്തിലെ എല്ലാവിധ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നതും ഏകോപിപ്പിക്കുന്നതും ഈ നാഡീവ്യവസ്ഥയാണെന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഈ നാഡീവ്യവസ്ഥ അഥവാ നെർവസ് സിസ്റ്റത്തിനെ രണ്ടായി തിരിച്ചിരിക്കുന്നു. സെൻട്രൽ നെർവസ് സിസ്റ്റം അഥവാ കേന്ദ്ര നാഡീവ്യവസ്ഥയെന്നും പെരിഫറൽ നെർവസ് സിസ്റ്റം അഥവാ പെരിഫറൽ നാഡീവ്യവസ്ഥയെന്നും തിരിച്ചിരിക്കുന്നു. നിങ്ങൾ പാഠപുസ്തകത്തിൽ കൊടുത്തിരുന്ന ചിത്രം ശ്രദ്ധിച്ചേ. സെൻട്രൽ നെർവസ് സിസ്റ്റം അഥവാ കേന്ദ്ര നാഡീവ്യവസ്ഥയിൽ എന്തൊക്കെ ഉൾപ്പെടുന്നു? ബ്രെയിനും സ്പൈനൽ കോഡും, മസ്തിഷ്കവും സുഷുമ്നയും. ഇനി പെരിഫറൽ നെർവസ് സിസ്റ്റം അഥവാ പെരിഫറൽ നാഡീവ്യവസ്ഥയിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? ക്രാനിയൽ നെർവ്സും സ്പൈനൽ നെർവ്സും. അതായത് ശിരോനാഡികൾ, ക്രാനിയൽ നെർവ്സ് എന്ന് പറയുന്നത് ശിരോനാഡികൾ, അതുപോലെ സ്പൈനൽ നെർവ്സ് സുഷുമ്ന നാഡികൾ. അത് എത്ര പെയേഴ്സാണെന്നാണോ കൊടുത്തിരിക്കുന്നത്? 12 പെയേഴ്സ്, 12 ജോഡി ക്രാനിയൽ നെർവ്സ് അഥവാ ശിരോനാഡികളും 31 ജോഡി സുഷുമ്ന നാഡികളുമാണ് നമ്മുടെ പെരിഫറൽ നെർവസ് സിസ്റ്റം അഥവാ പെരിഫറൽ നാഡീവ്യവസ്ഥയിൽ ഉൾപ്പെടുന്നത്. ഈ ക്രാനിയൽ നെർവ്സ് അഥവാ ശിരോനാഡികൾ എന്ന് പറയുന്നത് എന്താണ്? ആ പേരിൽ തന്നെയുണ്ട്. ശിരോനാഡികൾ ശിരസിൽ നിന്ന് ഉടലെടുക്കുന്ന, അതായത് മസ്തിഷ്കത്തിൽ നിന്ന് ഉടലെടുക്കുന്ന നാഡികളാണ് ക്രാനിയൽ നെർവ്സ് അഥവാ ശിരോനാഡികൾ. അത് എത്ര ജോഡിയുണ്ട്? 12 ജോഡി. ഇനി സ്പൈനൽ നെർവ്സ് അതെന്താണ്? സുഷുമ്ന നാഡികൾ എന്താണ്? സുഷുമ്നയിൽ നിന്ന് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്ന നാഡികളാണ് സ്പൈനൽ നെർവ്സ് അഥവാ സുഷുമ്ന നാഡികൾ. അത് എത്ര ജോഡിയുണ്ട്? 31 ജോഡി സുഷുമ്ന നാഡികളും ഉണ്ട്. ഇനി തൊട്ട് താഴെ ഒരു ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. അതിലെന്തൊക്കെയാണ്? നെർവസ് സിസ്റ്റം എത്രയാണ്? നെർവസ് സിസ്റ്റത്തെ എത്രയായിട്ട് തിരിച്ചിരിക്കുന്നു? സെൻട്രൽ നെർവസ് സിസ്റ്റം എന്നും, തൊട്ടിപ്പുറം എന്താണ് വരുന്നത്? പെരിഫറൽ നെർവസ് സിസ്റ്റം, പെരിഫറൽ നാഡീവ്യവസ്ഥ. ഇനി സെൻട്രൽ നെർവസ് സിസ്റ്റം അഥവാ കേന്ദ്ര നാഡീവ്യവസ്ഥയുടെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ബ്രെയിൻ, സ്പൈനൽ കോഡ്, മസ്തിഷ്കവും സുഷുമ്നയും. അതുപോലെ പെരിഫറൽ നാഡീവ്യവസ്ഥയുടെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ക്രാനിയൽ നെർവ്സും സ്പൈനൽ നെർവ്സും, ശിരോനാഡികളും സുഷുമ്ന നാഡികളും. ഇത്രയും ക്ലിയർ ആയില്ലേ? ഇനി നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. നെർവസ് സിസ്റ്റം അഥവാ നാഡീവ്യവസ്ഥയുടെ ഏറ്റവും മർമ്മപ്രധാനമായ ഭാഗമാണ് ബ്രെയിൻ അഥവാ മസ്തിഷ്കം. ഇത്രയും പ്രധാനപ്പെട്ട ഈ മസ്തിഷ്കത്തെ വെറുതെ അങ്ങ് നമ്മുടെ തലയിൽ വച്ചിരിക്കുകയാണോ? അല്ല, അതിന് അതിൻ്റേതായ സംരക്ഷണ ഭിത്തികളുണ്ട്. ആ ചിത്രം ശ്രദ്ധിച്ചേ. എന്താണ് ഏറ്റവും മുകളിൽ കൊടുത്തിരിക്കുന്നത്? സ്കള്ള് അഥവാ തലയോട്ടി. ഈ തലയോട്ടിയുടെ ഉള്ളിലാണ് മസ്തിഷ്കം സ്ഥിതി ചെയ്യുന്നത്. ഇനി അതിൻ്റെ അകത്തെന്താണ്? തൊട്ടടുത്ത ഇതിൽ ലെയേഴ്സ് ഓഫ് മെനിഞ്ചസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതെന്താണ്? ഈ മസ്തിഷ്കത്തെ പൊതിഞ്ഞ് ഒരു 3 സ്തര പാളി കാണപ്പെടുന്നുണ്ട്. അതിന് പറയുന്ന പേരാണ് മെനിഞ്ചസ്. മെനിഞ്ചസ് എന്ന 3 സ്തര പാളിയുള്ള ഒരാവരണമാണ് മസ്തിഷ്കത്തെ പൊതിഞ്ഞ് കാണപ്പെടുന്നത്. ഇനി വേറെന്താണ്? അടുത്തത് എന്താണുള്ളത്? മസ്തിഷ്കത്തിലെ ഓരോ അറകളിലും അതുപോലെ ഈ മെനിഞ്ചസിൻ്റെ ഈ ഓരോ പാളികൾക്കിടയിലും സെറിബ്രോസ്പൈനൽ ദ്രവം, സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് നിറഞ്ഞിരിക്കുന്നു. ഇതും എന്തിനു വേണ്ടിയാണ്? ഈ മസ്തിഷ്കത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ എന്തൊക്കെയാണുള്ളത്? ഈ ബ്രെയിനിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് സ്കള്ള് അഥവാ തലയോടുണ്ട്. അതുപോലെ മെനിഞ്ചസ് എന്ന 3 ലെയറായിട്ടുള്ള ഒരു മെംബ്രെയിൻ അഥവാ ഒരു ആവരണമുണ്ട്. ഇനി മസ്തിഷ്കത്തിൻ്റെ ഓരോ അറകളിലും അതുപോലെ ഈ മെനിഞ്ചസിൻ്റെ ഓരോ പാളികൾക്കിടയിലും എന്ത് കാണപ്പെടുന്നു? സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്, സെറിബ്രോസ്പൈനൽ ദ്രവം കാണപ്പെടുന്നു. ഈ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് അഥവാ സെറിബ്രോസ്പൈനൽ ദ്രവത്തിൻ്റെ ഫങ്ഷൻ എന്താണ്? ടു പ്രൊവൈഡ് ന്യൂട്രിയൻസ് ആൻഡ് ഓക്സിജൻ ടു ദ ടിഷ്യൂസ് ഓഫ് ദി ബ്രെയിൻ, റെഗുലേറ്റ് ദ പ്രഷർ ഇൻസൈഡ് ദ ബ്രെയിൻ ആൻഡ് ടു പ്രൊട്ടക്റ്റ് ദ ബ്രെയിൻ ഫ്രം ഇഞ്ചുറീസ്. ഈ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിൻ്റെ ഫങ്ഷൻ എന്താണ്? അതിൻ്റെ ധർമ്മം എന്താണ്? ടു പ്രൊവൈഡ് ന്യൂട്രിയൻസ് ആൻഡ് ഓക്സിജൻ ടു ദ ടിഷ്യൂസ് ഓഫ് ദി ബ്രെയിൻ. മസ്തിഷ്കത്തിലെ കലകൾക്ക് ഓക്സിജനും പോഷക ഘടകങ്ങളും
നൽകുക. റെഗുലേറ്റ് ദ പ്രഷർ ഇൻസൈഡ് ദ ബ്രെയിൻ, മസ്തിഷ്കത്തിനുള്ളിലെ മർദ്ദം ക്രമീകരിക്കുക. ടു പ്രൊട്ടക്റ്റ് ദ ബ്രെയിൻ ഫ്രം ഇഞ്ചുറീസ്, മസ്തിഷ്കത്തെ ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക. അപ്പോൾ എന്തൊക്കെയാണ് സെർബ്രോസ്പൈനൽ ഫ്ലൂയിഡ് അഥവാ സെർബ്രോസ്പൈനൽ ദ്രവത്തിൻ്റെ ഫങ്ഷൻസ്? മസ്തിഷ്ക കലകൾക്ക് ആവശ്യമുള്ള ഓക്സിജനും പോഷകഘടകങ്ങളും നൽകുക, മസ്തിഷ്കത്തിനുള്ളിലെ മർദ്ദം ക്രമീകരിക്കുക, മസ്തിഷ്കത്തെ ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക. ഇനി ഈ സെർബ്രോസ്പൈനൽ ഫ്ലൂയിഡ്, സെർബ്രോസ്പൈനൽ ദ്രവം എന്തിൽ നിന്നാണ് രൂപപ്പെടുന്നത്? രക്തത്തിൽ നിന്നാണ് രൂപപ്പെടുന്നത്. അതുപോലെ അത് തിരികെ രക്തത്തിലേക്ക് തന്നെ ആഗിരണം ചെയ്യപ്പെടുന്നു. ഇറ്റ് ഫോംഡ് ഫ്രം ദ ബ്ലഡ് ആൻഡ് ഈസ് റീഅബ്സോർബ്ഡ് ഇൻ ടു ദ ബ്ലഡ്. രക്തത്തിൽ നിന്ന് രൂപം ചെയ്ത് രക്തത്തിലേക്ക് തന്നെ തിരികെ ആഗിരണം ചെയ്യപ്പെടുന്നു. മനസ്സിലായോ? അപ്പോൾ നമ്മൾ പറഞ്ഞത് മസ്തിഷ്കം എങ്ങനെയാണ് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നതെന്നാണ്. മസ്തിഷ്കം എവിടെ കാണപ്പെടുന്നത്? സ്കള്ള് അഥവാ തലയോടിൻ്റെ ഉള്ളിലാണ് മസ്തിഷ്കം കാണപ്പെടുന്നത്. ഇനി മസ്തിഷ്കത്തിനെ പൊതിഞ്ഞ് ഒരു 3 ലെയർ ആവരണമുള്ള ഒരു മെനിഞ്ചസ് കാണപ്പെടുന്നു. ഇനി ഈ മെനിഞ്ചസിൻ്റെ ഉള്ളിൽ എന്താണ്? ഈ മെനിഞ്ചസിൻ്റെ ഉള്ളിലും അതുപോലെ മസ്തിഷ്കത്തിലെ ഓരോ അറകൾക്കുള്ളിലും സെർബ്രോസ്പൈനൽ ഫ്ലൂയിഡ്, സെർബ്രോസ്പൈനൽ ദ്രവം കാണപ്പെടുന്നു. ഇനി അതെന്താണ് ചെയ്യുന്നത്? മസ്തിഷ്കത്തെ പുറമേ നിന്നുള്ള ക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നു. അതുപോലെ മസ്തിഷ്കത്തിനകത്തെ പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യുന്നു. പിന്നെ മസ്തിഷ്കത്തിലെ കലകൾക്ക് ആവശ്യമായ ഓക്സിജനും ന്യൂട്രിയൻസും, അതായത് ഓക്സിജനും പോഷകഘടകങ്ങളും നൽകുന്നു. ഇനി ഈ സെർബ്രോസ്പൈനൽ ഫ്ലൂയിഡ് രക്തത്തിൽ നിന്ന് രൂപീകരിച്ച് രക്തത്തിലേക്ക് തന്നെ തിരികെ ആഗിരണം ചെയ്യപ്പെടുന്നു. അടുത്തായി നമ്മൾ പഠിക്കാൻ പോകുന്നത് പാർട്സ് ഓഫ് ദ ബ്രെയിൻ, മസ്തിഷ്കത്തിലെ വിവിധ ഭാഗങ്ങളെക്കുറിച്ചാണ്. മസ്തിഷ്കത്തിലെ വിവിധ ഭാഗങ്ങൾ നമ്മുടെ ശരീരത്തിലെ വിവിധ ജീവൽ പ്രവർത്തനങ്ങളെയാണ് നിയന്ത്രിക്കുന്നത്. എക്സാമിന് മസ്തിഷ്കത്തിൻ്റെ ഡയഗ്രാം അത്ര ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിലും അതിൻ്റെ ഓരോ പാർട്സും അതിൻ്റെ ഫങ്ഷൻസും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വളരെ നന്നായിട്ട് തന്നെ പഠിക്കണം. മസ്തിഷ്കത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും വലുതുമായ ഭാഗമാണ് സെറിബ്രം. ഈ കാണുന്നതാണ് സെറിബ്രം. ഇനി അതിനകത്ത് ഒരുപാട് ചുളിവുകളും മടക്കുകളും കാണപ്പെടുന്നു. നിങ്ങൾക്ക് ആ ചിത്രം ശ്രദ്ധിച്ചാൽ അറിയാം. ഒരുപാട് ചുളിവുകളും മടക്കുകളും, ന്യൂമറസ് ഫിഷേഴ്സ് ആൻഡ് ഫോൾസ് ആർ സീൻ. ഒരുപാട് ചുളിവുകളും മടക്കുകളും കാണപ്പെടുന്നു. ഇനി ദ ഗ്രേ കളേർഡ് ഔട്ടർ പാർട്ട് ഓഫ് ദി സെറിബ്രം ഈസ് കോൾഡ് കോർട്ടെക്സ്. സെറിബ്രത്തിൻ്റെ പുറമേയുള്ള ഗ്രേ കളറ് ഭാഗത്ത് പറയുന്ന പേരാണ് കോർട്ടെക്സ്. ഗ്രേ കളറിലുള്ള സെറിബ്രത്തിൻ്റെ പുറം ഭാഗമാണ് കോർട്ടെക്സ്. ഇനി വൈറ്റ് കളേർഡ് ഇന്നർ പാർട്ട് ഈസ് കോൾഡ് മെഡുല. വെള്ള നിറത്തിലുള്ള അകം ഭാഗത്ത് പറയുന്ന പേരാണ് മെഡുല. അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് മാറിപ്പോകരുത് അങ്ങോട്ടും ഇങ്ങോട്ടും. ഗ്രേ കളറ് ഔട്ടർ പാർട്ട് എന്താണ്? കോർട്ടെക്സ്. വൈറ്റ് കളറ് ഇന്നർ പാർട്ട് മെഡുല. ഇനി സെറിബ്രം ഈസ് ദ സെൻറ്റർ ഓഫ് തോട്ട്, ഇൻ്റലിജൻസ്, മെമ്മറി ആൻഡ് ഇമാജിനേഷൻ. സെറിബ്രം എന്ന് പറയുന്നത് ചിന്ത, ബുദ്ധി, ഓർമ്മ, ഭാവന എന്നിവയുടെ കേന്ദ്രമാണ്. എന്തിൻ്റെയൊക്കെയാണ്? തോട്ട്, ഇൻ്റലിജൻസ്, മെമ്മറി ആൻഡ് ഇമാജിനേഷൻ. ചിന്ത, ബുദ്ധി, ഓർമ്മ, ഭാവന. അതുപോലെ ഇറ്റ് ഇവോക്സ് സെൻസേഷൻസ്. ഇന്ദ്രിയ അനുഭവങ്ങൾ ഉളവാക്കുന്ന ബ്രെയിനിലെ ഭാഗമാണ് സെറിബ്രം. നമ്മൾ ഇന്ദ്രിയാനുഭവങ്ങൾ എന്താണ്? ജ്ഞാനേന്ദ്രിയങ്ങൾ വഴി നമ്മൾ അറിയുന്ന അനുഭവങ്ങൾ, സെൻസസ്. അത് ഉളവാക്കുന്ന ഭാഗമാണ് ഏത്? സെറിബ്രം. ഇനി ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നു. ഇറ്റ് കൺട്രോൾസ് വോളണ്ടറി മൂവ്മെൻറ്റ്സ്. എന്താണ് വോളണ്ടറി മൂവ്മെൻറ്റ്സ് അഥവാ ഐച്ഛിക ചലനങ്ങൾ? ഐച്ഛിക ചലനങ്ങൾ, അനൈച്ഛിക ചലനങ്ങൾ. അതായത് വോളണ്ടറി മൂവ്മെൻറ്റ്സ്, ഇൻവോളണ്ടറി മൂവ്മെൻറ്റ്സ്, അങ്ങനെ രണ്ടായിട്ടുണ്ട്. വോളണ്ടറി മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ അറിവോടുകൂടി നമ്മൾ ചെയ്യുന്ന ഐച്ഛിക ചലനം, നമ്മുടെ ഇച്ഛയ്ക്കനുസരിച്ച്, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ കഴിയുന്ന പ്രവൃത്തികളാണ് വോളണ്ടറി മൂവ്മെൻറ്റ്സ് അഥവാ ഐച്ഛിക ചലനങ്ങൾ. അതായത്
ഇപ്പോൾ നമ്മളൊരു സ്ഥലത്തിരിക്കുകയാണ്, അവിടെ നിന്ന് എണീക്കണോ വേണ്ടയോ എന്ന് നമുക്ക് തീരുമാനിക്കാം അല്ലേ. ഒരു സ്ഥലത്ത് നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് അങ്ങോട്ട് നടന്നു പോകണോ വേണ്ടയോ എന്ന് നമുക്ക് തീരുമാനിക്കാം. ഇതിനെയാണ് വോളണ്ടറി മൂവ്മെൻറ്റ്സ് അഥവാ ഐച്ഛിക ചലനങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് തീരുമാനിക്കാൻ കഴിയുന്ന, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് ഐച്ഛിക ചലനങ്ങൾ അഥവാ വോളണ്ടറി മൂവ്മെൻറ്റ്സ്. ഇനി ഇൻവോളണ്ടറി മൂവ്മെൻറ്റ്സ് എന്താണ്? അനൈച്ഛിക ചലനം, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയാത്തത്. അതായത് ഹൃദയമിടിപ്പ്, നമുക്ക് പറയാൻ പറ്റുമോ ഹൃദയത്തോട് ഒരല്പസമയം ഇടിക്കണ്ട എന്ന് പറയാൻ പറ്റുമോ? നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല അത് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നതാണ് ഇൻവോളണ്ടറി മൂവ്മെൻറ്റ്സ് അഥവാ അനൈച്ഛിക ചലനങ്ങൾ. ക്ലിയർ ആയില്ലേ? അപ്പോൾ സെറിബ്രം എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദി ബ്രെയിൻ. ബ്രെയിനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. ഇനി എന്താണ് സെറിബ്രത്തിൽ? ആ ചിത്രത്തിൽ നോക്കി പറഞ്ഞേ. ന്യൂമറസ് ഫിഷേഴ്സ് ആൻഡ് ഫോൾസ് ആർ സീൻ. ഒരുപാട് ചുളിവുകളും മടക്കുകളുമായിട്ടാണ് സെറിബ്രം കാണപ്പെടുന്നത്. ഇനി ദ ഗ്രേ കളേർഡ് ഔട്ടർ പാർട്ട് ഓഫ് ദി സെറിബ്രം ഈസ് കോൾഡ് കോർട്ടെക്സ്. ഗ്രേ കളറിലുള്ള സെറിബ്രത്തിന് പുറം ഭാഗം എന്താണ്? കോർട്ടെക്സ്. ദ വൈറ്റ് കളേർഡ് ഇന്നർ പാർട്ട് ഈസ് കോൾഡ് മെഡുല. വൈറ്റ് കളർ, വെള്ള നിറത്തിലുള്ള സെറിബ്രത്തിൻ്റെ അകം ഭാഗമാണ് മെഡുല. ഇനി സെറിബ്രം എന്താണ്? ഇറ്റ് ഈസ് ദ സെൻറ്റർ ഓഫ് തോട്ട്, ഇൻ്റലിജൻസ്, മെമ്മറി ആൻഡ് ഇമാജിനേഷൻ. ചിന്ത, ബുദ്ധി, ഭാവന, ഓർമ്മ ഇവയുടെ കേന്ദ്രമാണ് എന്ത്? സെറിബ്രം. ഇറ്റ് ഇവോക്സ് സെൻസേഷൻസ്. ഇന്ദ്രിയ അനുഭവങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ വഴി നമ്മൾ അറിയുന്ന ആ അനുഭവങ്ങൾ ഉളവാക്കുന്ന നമ്മുടെ മസ്തിഷ്കത്തിലെ ഭാഗമാണ് സെറിബ്രം. ഇറ്റ് കൺട്രോൾസ് വോളണ്ടറി മൂവ്മെൻറ്റ്സ്. ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന ബ്രെയിനിലെ മസ്തിഷ്കത്തിലെ ഭാഗമാണ് സെറിബ്രം. ഇനി അടുത്തത് സെറിബെല്ലം. ഇറ്റ് ഈസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദി ബ്രെയിൻ. സെറിബ്രം കഴിഞ്ഞാൽ തൊട്ടടുത്ത നമ്മുടെ മസ്തിഷ്കത്തിലെ വലിയ ഭാഗമാണ് ഏത്? സെറിബെല്ലം. സെറിബെല്ലം എന്ന് പറയുന്നത് ദാ ഈ സൈഡിൽ കാണുന്ന ഇതാണ് സെറിബെല്ലം. ഇറ്റ് ഈസ് സീൻ ബിഹൈൻഡ് ദ സെറിബ്രം ആസ് 2 ഫ്ലാപ്സ്. 2 ദളങ്ങളായിട്ട് എവിടെ കാണപ്പെടുന്നു? സെറിബ്രത്തിൻ്റെ പിന്നിലായിട്ട്, താഴെയായിട്ട് കാണപ്പെടുന്നു. മേളിൽ കാണുന്നത് ഇതാണ് സെറിബ്രം, ഈ കാണുന്നതാണ് സെറിബെല്ലം. മനസ്സിലായില്ലേ? ഫിഷേഴ്സ് ആൻഡ് ഗ്രൂവ്സ് ആർ പ്രസൻറ്റ്. ചുളിവുകളും ചാലുകളുമായി കാണപ്പെടുന്നു. ഇറ്റ് കോർഡിനേറ്റ്സ് മസ്കുലർ ആക്ടിവിറ്റീസ് ആൻഡ് മെയിൻറ്റെയിൻസ് ഇക്വിലിബ്രിയം ഓഫ് ദി ബോഡി. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീരത്തിൻ്റെ തുലന നില പാലിക്കുന്നു. മസ്കുലർ ആക്ടിവിറ്റീസിനെ മെയിൻറ്റെയിൻ ചെയ്ത് എന്ത് ചെയ്യുന്നു? അത് ബോഡി ഇക്വിലിബ്രിയം, നമ്മുടെ ശരീരത്തിൻ്റെ തുലനാവസ്ഥ നിയന്ത്രിക്കുന്നു. അടുത്തത് മെഡുല ഒബ്ലോങ്കേറ്റ. ഈ കാണുന്നതാണ് മെഡുല ഒബ്ലോങ്കേറ്റ. അതിൻ്റെ ഷേപ്പ് എന്താണ്? റോഡ് ഷേപ്ഡ്. ഒരു ദണ്ഡാകൃതിയിലാണ് മെഡുല ഒബ്ലോങ്കേറ്റ കാണപ്പെടുന്നത്. ഇറ്റ് ഈസ് സീൻ ബിലോ ദ സെറിബ്രം ലൊക്കേറ്റഡ് നിയർ ദ സെറിബെല്ലം. സെറിബ്രത്തിൻ്റെ താഴെയായി സെറിബെല്ലത്തിൻ്റെ സൈഡിലുമായിട്ട് കാണപ്പെടുന്നു. ഇതല്ലേ സെറിബെല്ലം? ഈ കാണുന്നതല്ലേ സെറിബെല്ലം? അതിൻ്റെ സൈഡിലായിട്ട് ഇത് മെഡുല ഒബ്ലോങ്കേറ്റ കാണപ്പെടുന്നു. ഇറ്റ് കൺട്രോൾസ് ഇൻവോളണ്ടറി ആക്ഷൻസ് ലൈക്ക് ഹാർട്ട് ബീറ്റ്, ബ്രീത്തിങ് എക്സെട്ര. നമ്മൾ മുമ്പ് പറഞ്ഞായിരുന്നു ഇൻവോളണ്ടറി ആക്ഷൻസ്, വോളണ്ടറി ആക്ഷൻസ് ഒക്കെ അല്ലേ. ഇൻവോളണ്ടറി ആക്ഷൻസ് എന്താണ്? അനൈച്ഛിക ചലനം. അതായത് നമ്മുടെ ഇഷ്ടത്തിന് അനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയാത്തത്. അതെന്തൊക്കെയാണ്? നമ്മൾ മുമ്പ് പറഞ്ഞത് ഏതൊക്കെയായിരുന്നു? ഹാർട്ട് ബീറ്റ്, ബ്രീത്തിങ് അല്ലേ. അതുപോലെയുള്ള ഇൻവോളണ്ടറി ആക്ഷൻസിനെ അപ്പോൾ കൺട്രോൾ ചെയ്യുന്നത് ഏത് ഭാഗമാണ്? മെഡുല ഒബ്ലോങ്കേറ്റയാണ്. വോളണ്ടറി മൂവ്മെൻറ്റ്സ്, വോളണ്ടറി ആക്ഷൻസിനെ കൺട്രോൾ ചെയ്യുന്നത് സെറിബ്രം. ഐച്ഛിക ചലനത്തെ സെറിബ്രമാണ്. അനൈച്ഛിക ചലനം അതായത് ഇൻവോളണ്ടറി ആക്ഷൻസിനെ കൺട്രോൾ ചെയ്യുന്നത് മെഡുല ഒബ്ലോങ്കേറ്റയാണ്. നെക്സ്റ്റ് പാർട്ട് ഈസ് തലാമസ്. ഇറ്റ് സിറ്റുവേറ്റഡ് ബിലോ ദ സെറിബ്രം. എവിടെയാണ് തലാമസ് കാണപ്പെടുന്നത്? സെറിബ്രത്തിൻ്റെ തൊട്ട് താഴെയാണ് കാണപ്പെടുന്നത്. ഈ പാർട്ടാണ് സെറിബ്രം. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഈ കാണപ്പെടുന്ന ഭാഗമാണ് തലാമസ്. ഇറ്റ് ആക്ട്സ് ആസ് റിലേ സ്റ്റേഷൻ ഓഫ് ഇമ്പൾസസ് ടു ഗോ ആൻഡ് ഫ്രം ദ സെറിബ്രം. സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുമുള്ള ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രമായിട്ടാണ്
ഏത് പ്രവർത്തിക്കുന്നത്? തലാമസ് പ്രവർത്തിക്കുന്നത്. ഇറ്റ് അനലൈസസ് ദ ഇമ്പൾസസ് ഫ്രം വേരിയസ് പാർട്സ് ഓഫ് ദ ബോഡി ആൻഡ് സെൻസ് ദ ഇമ്പോർട്ടൻറ്റ് വൺസ് ടു ദ സെറിബ്രം. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഇമ്പൾസസ് അഥവാ ആവേഗങ്ങളെ പരിശോധിച്ച് അതിൽ പ്രധാനപ്പെട്ടവയെ മാത്രം സെറിബ്രത്തിലേക്ക് അയക്കുന്ന ജോലിയാണ് തലാമസിൻ്റേത്. അപ്പോൾ തലാമസ് എവിടെയാണ് കാണപ്പെടുന്നത്? സെറിബ്രത്തിൻ്റെ തൊട്ടു താഴെയായി കാണപ്പെടുന്നു. ടാക്സ് ആസ് റിലേ സ്റ്റേഷൻ ഓഫ് ഇമ്പൾസസ് ടു ഗോ ആൻഡ് ഫ്രം ദ സെറിബ്രം. സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുമുള്ള ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രമായി പ്രവർത്തിക്കുന്നു. ഇറ്റ് അനലൈസസ് ഇമ്പൾസസ് ഫ്രം വേരിയസ് പാർട്സ് ഓഫ് ദ ബോഡി ആൻഡ് സെൻസ് ദ ഇമ്പോർട്ടൻറ്റ് വൺസ് ടു ദ സെറിബ്രം. അത് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഇമ്പൾസസ് അഥവാ ആവേഗങ്ങളെ വിശകലനം ചെയ്ത് അതിൽ പ്രധാനപ്പെട്ട ആവേഗങ്ങളെ മാത്രം സെറിബ്രത്തിലേക്ക് അയക്കുന്ന ജോലിയാണ് തലാമസിൻ്റേത്. ഇനി അടുത്ത ഭാഗം ഹൈപ്പോതലാമസ്. ഇറ്റ് സിറ്റുവേറ്റഡ് ജസ്റ്റ് ബിലോ ദ തലാമസ്. അപ്പോൾ പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം തലാമസിൻ്റെ തൊട്ട് താഴെ. തലാമസ്, ഹൈപ്പോ തലാമസ്. തലാമസിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് ഹൈപ്പോതലാമസ് കാണപ്പെടുന്നത്. ഈ കാണുന്നതാണ് ഹൈപ്പോതലാമസ്. തലാമസ് ഈ കാണുന്നതായിരുന്നു, അതിൻ്റെ തൊട്ട് താഴെയാണ് ഹൈപ്പോതലാമസ്. ഇറ്റ് പ്ലേസ് എ മേജർ റോൾ ഇൻ ദ മെയിൻ്റനൻസ് ഓഫ് ഹോമിയോസ്റ്റാസിസ്. ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്നത് എന്താണ്? ആന്തര സമസ്ഥിതി പരിപാലനം. അതായത് നമ്മുടെ ശരീരത്തിൽ നമുക്കറിയാം ഒരുപാട് ഹോർമോൺസും എല്ലാം ഉണ്ട്. അപ്പോൾ ഇതിനെല്ലാം ഒരു ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം അല്ലേ? അതിന് പറയുന്നതാണ് ആന്തര സമസ്ഥിതി പരിപാലനം, ഹോമിയോസ്റ്റാസിസ്. ഇനി അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് 3ാമത്തെ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഹൈപ്പോതലാമസ് ആണ് ഈ ഹോമിയോസ്റ്റാസിസ് അതായത് ആന്തര സമസ്ഥിതി പരിപാലനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നത്. അപ്പോൾ മസ്തിഷ്കത്തിലെ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാണ്? മസ്തിഷ്കത്തിലെ ഏറ്റവും വലുതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പാർട്ടാണ് സെറിബ്രം. അതുപോലെ ഒരുപാട് ചുളിവുകളും അടക്കുകളുമായിട്ടാണ് സെറിബ്രം കാണപ്പെടുന്നത്. ഗ്രേ കളറിലുള്ള പുറം ഭാഗത്തെ അറിയപ്പെടുന്ന പേരാണ് കോർട്ടെക്സ്. വൈറ്റ് കളറിലുള്ള അകം ഭാഗത്തെ അറിയപ്പെടുന്ന പേരാണ് മെഡുല. ഇനി ഈ സെറിബ്രം എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ സെൻറ്റർ ഓഫ് തോട്ട്, ഇൻ്റലിജൻസ്, മെമ്മറി ആൻഡ് ഇമാജിനേഷൻ. ബുദ്ധി, ചിന്ത, ഭാവന, ഓർമ്മ ഇവയുടെ കേന്ദ്രമാണ് ഇത് സെറിബ്രം. ഇറ്റ് ഇവോക്സ് സെൻസേഷൻസ്, ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്നു. അതുപോലെ കൺട്രോൾസ് വോളണ്ടറി മൂവ്മെൻറ്റ്സ്, ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നു. ഇനി മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ വലിയ ഭാഗം ഏതാണ്? സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട് സെറിബെല്ലം. അതെവിടെ കാണപ്പെടുന്നത്? സെറിബ്രത്തിൻ്റെ പിന്നിലായി 2 ദളങ്ങളായി കാണപ്പെടുന്നു. ഫിഷേഴ്സ് ആൻഡ് ഗ്രൂവ്സ് ആർ പ്രസൻറ്റ്. ചുളിവുകളും ചാലുകളും ഉണ്ട്. അതുപോലെ ടു കോർഡിനേറ്റ്സ് മസ്കുലർ ആക്ടിവിറ്റീസ് ആൻഡ് മെയിൻറ്റെയിൻസ് ഇക്വിലിബ്രിയം ഓഫ് ദി ബോഡി. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീര തുലനനില പാലിക്കുന്നു. അടുത്ത പാർട്ട് മെഡുല ഒബ്ലോങ്കേറ്റ. അത് ഏത് ഷേപ്പാണ്? റോഡ് ഷേപ്പ്, ദണ്ഡാകൃതിയിലാണ് കാണപ്പെടുന്നത്. എവിടെയാണ് കാണപ്പെടുന്നത്? ഇറ്റ് സീൻ ബിലോ ദ സെറിബ്രം, ലൊക്കേറ്റഡ് നിയർ ദ സെറിബെല്ലം. സെറിബ്രത്തിൻ്റെ താഴെയായി സെറിബെല്ലത്തിൻ്റെ സൈഡിലായിട്ടാണ് ഏത് മെഡുല ഒബ്ലോങ്കേറ്റ കാണപ്പെടുന്നത്. ഇറ്റ് കൺട്രോൾസ് ഇൻവോളണ്ടറി ആക്ഷൻസ് ലൈക്ക് ഹാർട്ട് ബീറ്റ്, ബ്രീത്തിങ് എക്സെട്ര. അനൈച്ഛിക ചലനങ്ങളെ, അതായത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത ചലനങ്ങളെ, അതായത് ഹാർട്ട് ബീറ്റ്, ബ്രീത്തിങ് പോലെയുള്ള ചലനങ്ങളെ കൺട്രോൾ ചെയ്യുന്നതാണ് ഇത് മെഡുല ഒബ്ലോങ്കേറ്റ. അടുത്ത പാർട്ടാണ് തലാമസ്. അതെവിടെയാണ് കാണപ്പെടുന്നത്? സെറിബ്രത്തിൻ്റെ തൊട്ടു താഴെയായി കാണപ്പെടുന്നു. ടാക്സാസ് റിലേ സ്റ്റേഷൻ ഓഫ് ഇമ്പൾസസ് ടു ആൻഡ് ഫ്രം ദ സെറിബ്രം. സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുമുള്ള ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രമായി പ്രവർത്തിക്കുന്നു. ഇറ്റ് അനലൈസസ് ഇമ്പൾസസ് ഫ്രം വേരിയസ് പാർട്സ് ഓഫ് ദ ബോഡി ആൻഡ് സെൻസ് ദ ഇമ്പോർട്ടൻറ്റ് വൺസ് ടു ദ സെറിബ്രം. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ പരിശോധിച്ച് അതിൽ പ്രധാനപ്പെട്ടവയെ മാത്രം സെറിബ്രത്തിലേക്ക് അയക്കുന്ന ജോലിയാണ് തലാമസിൻ്റെ. അടുത്തത് ഏതാണ്? ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസ് എവിടെയാണ് കാണപ്പെടുന്നത്? തലാമസിൻ്റെ തൊട്ടു താഴെയായി കാണപ്പെടുന്നു. ഇറ്റ് പ്ലേസ് എ മേജർ റോൾ ഇൻ ദ മെയിൻ്റനൻസ് ഓഫ് ഹോമിയോസ്റ്റാസിസ്. ആന്തര സമസ്ഥിതി പരിപാലനത്തിന്
പ്രധാന പങ്ക് വഹിക്കുന്നതാണ് ഹൈപ്പോ തലാമസ്. അപ്പോൾ ഇത്രയാണ് ബ്രെയിനിൻ്റെ പാർട്സ്, അതിൻ്റെ ഫങ്ഷൻസ്. ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വീണ്ടും വീണ്ടും പറയുകയാണ്, വളരെ നന്നായിട്ട് തന്നെ ഇത് പഠിച്ചു പോകണം. അപ്പോൾ ഇത്രയും പഠിച്ചതിൽ നിന്ന് നമ്മുടെ ശരീരത്തിലെ എല്ലാ ജീവൽ പ്രവർത്തനങ്ങളെയും കൺട്രോൾ ചെയ്യുന്നത് മസ്തിഷ്കമാണെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ മസ്തിഷ്കത്തിന് ഏൽക്കുന്ന ക്ഷതങ്ങൾ പോലും മരണ കാരണമാകുന്നത് ഇതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ഹെൽമെറ്റ് വെക്കണമെന്ന് നിർബന്ധമായും പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഹെൽമെറ്റ് നിർബന്ധമായും വെക്കണമെന്ന് പറയുന്നതിൻ്റെ ആവശ്യകത മനസ്സിലായില്ലേ? അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് സ്പൈനൽ കോഡ് അഥവാ സുഷുമ്നയെക്കുറിച്ച് പഠിക്കാം. അപ്പോൾ ഇത്രയും ഭാഗം നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. അതുപോലെ തുടർന്നുള്ള ലെസൺസ് കിട്ടുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി.